അതായത് മെയിനായിട്ട് പറയാനുള്ളത് ലാസ്റ്റ് മാലിക്കിനെ അവരെടുത്തല്ലോ. മാലിക്കിനെ അവരെടുത്തപ്പോഴും മാലിക് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് ഞാനും ഹോക്കി, അമ്മായി, ഡ്രാഗൺ, വർക്കിച്ചൻ ഇത്രയും പേര് ഷെയ്ഖുമായിട്ട് പോയി. ഷെയ്ഖിൻ്റെ വി സി തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ തന്നെ പറഞ്ഞതാ, അതായത് ഇവിടുന്ന് പ്ലേയേഴ്സിനെ വലിക്കുന്ന പരിപാടി നിർത്തിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഞാൻ ഓപ്പണായിട്ട് ഷെയ്ഖിൻ്റെ അടുത്ത് അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഷെയ്ഖും പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, അങ്ങനെ എന്താണ് ഹോക്കി അത് പറഞ്ഞ്. അന്ന് നമ്മൾ ഇങ്ങനെ 3 പേര് ഞാൻ എല്ലാവരും കൂടി പോയിരുന്ന് അവിടെ അവരുടെ വി സി പുള്ളിക്കാരൻ്റെ വി സി തന്നെ പുള്ളിയുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയി. ആ വി സിയിൽ നമ്മളന്ന് സംസാരിക്കുമായിരുന്നു. സംസാരിച്ചപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞായിരുന്നു. മാലിക്കിനെ വലിച്ചത് പോട്ടെ, അത് സീനൊന്നും ഇല്ല. നമ്മൾ നമ്മൾ ഓക്കെ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എടുത്തു, ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാ. പക്ഷെ നമ്മളെ ഇപ്പോഴും സൈഡിൽ നിന്ന് അവര് മറ്റേ ഈ ഒരാള് എന്ന് വെച്ചാൽ ഒരാളെ എങ്ങനെയൊക്കെ ഈ മറ്റേ ഒരു ഗ്യാങ്ങിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്വാർട്ടർ ബ്രേക്ക് എടുത്ത് പോയെന്ന് പറഞ്ഞില്ലേ, ക്വാർട്ടറിൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ അവൻ എന്തൊക്കെയോ വലിയ ഓഫർ ചെയ്തിട്ട് അവനെ ബൂട്ട് ക്യാമ്പോ എന്തോ എൻ ഡി ഒക്കെ കാണിച്ചിട്ട് അവനെ എന്ന് വെച്ചാൽ അവനെയും കൂടി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്മാരിന്ന്. പുള്ളിയുടെ അന്ന് നമ്മൾ ബി സി പോയി സംസാരിച്ചപ്പോഴും നല്ലപോലെ മാനിയായിട്ട്, മീൻസ് നല്ല മാനിയായിട്ടായിരുന്നു സംസാരിച്ച. പുള്ളി തിരിച്ചിങ്ങോട്ട് മാനിയായിട്ട് സംസാരിച്ച. അന്ന് പുള്ളി പറഞ്ഞത് നമ്മൾ ഒരിക്കലും വിളിക്കത്തുമില്ല, അങ്ങനെ വിളിച്ചതും അല്ല. ഞാൻ ആകപ്പാടെ മാലിക്കിന് 1 വട്ടോ 2 വട്ടോ വിളിച്ചിട്ടുള്ളൂ, പിന്നെ അവന്റെ ഇതുകൊണ്ടാണ് വന്നത് എന്നുള്ള രീതിക്ക് അത് അന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഓക്കെ വിട്ടു. നമ്മൾ പിന്നെ ആ ഒരു ടോപ്പിക്കിൽ പോയിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ അവർ പറഞ്ഞ് നമ്മൾ ഇനി ഒരിക്കലും നമ്മളും അറിയാം നമ്മൾ ഡൗൺ ടൈമിൽ വന്ന, അവർ ഡൗൺ ടൈമിൽ വന്നതാണ്, അപ്പൊ നമ്മൾ അതേപോലെ ഇതാക്കാൻ സമ്മതിക്കത്തില്ല, ഇല്ല ഇവിടെ നിന്ന് ഒരു പ്ലെയറിനെ വിളിക്കത്തുമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഇന്നലെയാണ് ഇന്നാണ് അറിയുന്നത് ഈ ഒരു കാര്യമൊക്കെ. ഇത് പറഞ്ഞു ബാക്കി. അല്ല, നമ്മൾ സത്യത്തിൽ മിണ്ടാതിരിക്കുകയായിരുന്നു ഇത്രയും നാളും. മിണ്ടാതിരിക്കുക വേണ്ട, പ്രശ്നം വേണ്ട. പിന്നെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവര് എന്തെറിഞ്ഞിട്ട് ഈ മറ്റേ എന്ന് വെച്ചാൽ അങ്ങ് തകർക്കാൻ നോക്കാം മൊത്തത്തിലേ. എന്നിട്ട് പുറത്ത് അവരകത്ത് വന്നിട്ട് സിറ്റുവേഷൻ വേണ്ട ഇങ്ങനെ പറയും. എന്നിട്ട് പുറത്ത് ഒരു 2-3 പേര് എന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും മറ്റേ ഇന്നലെ സിറ്റുവേഷൻ ഇവന്മാർ എടുക്കാത്ത പോലും പുറത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. സിറ്റുവേഷൻ ഇതൊന്ന് ഡ്രോപ്പ് ആക്കാൻ പറ്റുമോ, അതായത് നമുക്ക് അവർക്ക് അടിക്കാനോ ഒന്നിനും താല്പര്യമില്ല, ഡ്രോപ്പ് ആക്കുക എന്നുള്ള രീതിക്കാണ് പുറത്ത് സംസാരിക്കുന്നത്. അപ്പം നമ്മളും അകത്ത് അങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്നത് പുറത്ത് ലൈവിൽ ഇരുന്നിട്ട് ഹേറ്റ് ചെയ്യുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് മൈക്കിയുടെ തന്തയ്ക്കും ഇന്നലെ വിളിച്ചിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മോശമായിപ്പോയി അങ്ങനെ വിളിച്ചത്. അപ്പം അവർക്ക് അതൊന്നും ഒരിതില്ല. അവർ വായി തോന്നി എന്തുവാണോ അവർക്ക് വിളിച്ചു പറയാം. അങ്ങനത്തെ ഒരു രീതിക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മള് ഇന്നലെ പറഞ്ഞതാണ്, നോർമലി അവരുടെ ഇപ്പം ഒരു ലൈവ് ഇട്ടിട്ട് അവരുടെ ഗ്യാങ്ങിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ തന്തയ്ക്ക് വിളിച്ച് അവർക്ക് എങ്ങനെ ഫീൽ ആവുമോ അതേ ഫീലിംഗ് നമുക്കും. കാരണം കൂടെ ഉള്ളവനാ അല്ല അച്ഛനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്ത് പ്രശ്നം ആയിക്കോട്ടെ. നോർമലി ഇതിനു മുമ്പ് കുറെ പ്രശ്നം ഉള്ളപ്പോഴും എല്ലാം വി സിയിൽ വെച്ചാണല്ലോ അവർ സംസാരിച്ച് തീർത്തത്. അതുപോലെ ഇതും തീർക്കായിരുന്നു. വെറുതെ ലൈവ് ഇട്ട് തന്തയ്ക്ക് വിളിക്കുന്നൊക്കെ ഭയങ്കര ശോകം പരിപാടി സത്യം പറഞ്ഞു. ഇന്നലെ ഗ്യാങ് ഹൗസിൽ വന്ന് ചെയ്ത പരിപാടി ഭയങ്കര ശോകം പരിപാടി. ഇന്ന് നിങ്ങൾക്ക് ഈ KVന്റെ RP പണ്ട് മുതലേ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം KV എങ്ങനെയെന്ന്. ഗ്യാങ് ഹൗസിൽ ഒന്നും ഒരുത്തും ഇങ്ങനെയൊക്കെ റേസ് ആയിട്ട് സംസാരിച്ചിട്ട് മര്യാദക്ക് പോയിട്ടില്ല. എന്താ അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ KVന്റെ ഗ്യാങ് ഹൗസ് ഇങ്ങനെ മറ്റേ ഒരു ലെവലില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഇന്നേരെ പോയിട്ടില്ല. പിന്നെ നമ്മൾ വിളിച്ചു വരുത്തിയല്ല, നമ്മൾ ഗ്യാങ് ഹൗസ് അല്ല വിചാരിച്ചിട്ടാണ്, നമ്മളൊരു മാന്യതക്കാണ് എന്നാലും നമ്മളൊന്നും ചെയ്യാവുന്ന അവിടെ. നമ്മൾ വിളിച്ചു നമ്മൾ അടിക്കുന്ന മോശം വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാവുന്നത്. ഇന്നലെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ബാക്കിയുള്ളവർ പിന്നെ ഈ സിറ്റുവേഷൻ ഇതൊരു സത്യം പറഞ്ഞ ഒരു അപ്പി സിറ്റുവേഷൻ എടുത്തിട്ട് അവന്മാർ മറ്റേ വലിയ ഇതാക്കാൻ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലെ ഒരു കോൺട്രവേഴ്സി അവർക്ക് വേണം. അവർക്ക് എനിക്കറിയത്തില്ല അവർക്ക് എന്തിനാ ഇങ്ങനെ കോൺട്രവേഴ്സി. അതായത് ഇത് സിറ്റുവേഷൻ ആയിട്ട് പോലും എടുക്കാനുള്ള ഒരു സംഭവമില്ല, അതിനെ എടുത്ത് വലിയ സിറ്റുവേഷൻ. സത്യത്തിലെ വേറെ ആരെങ്കിലും ആയിരുന്നു അന്ന് അവിടെ ഈ MRC എന്ന് പറഞ്ഞുകൊണ്ടാ പിന്നെ അവിടെ നിന്ന് ലീവ് ചെയ്യാൻ പറഞ്ഞു അവരുടെ അടുത്ത്. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഈ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ അപ്പം തന്നെ തലയടിച്ച് പൊട്ടിച്ചായിരുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പോലും നിൽക്കത്തില്ലായിരുന്നു. ഇനി എന്തായാലും അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി നമ്മുടെ സൈഡിൽ നിന്ന്. പറഞ്ഞോ, വർക്കിച്ചൻ പറഞ്ഞോ. ഇന്നലെ അൺവാണ്ടഡ് ആയിട്ടൊരു സിറ്റുവേഷൻ, അത് ആ POV വ്യക്തമാണ്. മൈക്കി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എടാ വേണ്ട, വിടുന്ന് 100 വട്ടം പറയുന്നുണ്ട് അവരത്. പക്ഷെ ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ്, അവര് ലൈവിൽ അത് കൺവേർട്ട് ചെയ്ത് വേറെ ഏതോ യൂണിവേഴ്സിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. ഒരാവശ്യമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ട് ഒന്നും അറിയാതെ മൈക്കിനെ കിടന്ന് വെറുതെ തെറി വിളിച്ചതുണ്ട്. വെറുതെ തെറി വിളിക്കുന്നത്, തന്തയ്ക്കൊക്കെ വിളിക്കുന്നത്. നമുക്ക് വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ എണ്ണവും 4-5 വർഷം കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാ എണ്ണത്തിനും നല്ല രീതിയിൽ വിളിക്കാൻ അറിയാം. ഇത് വിളിക്കാതെ നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കുമ്പോൾ പിന്നെ ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര ശോകമുള്ള പരിപാടിയാണ്. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഇന്നലെ അതാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടു. പക്ഷേ ഇനി അത് നമ്മുടെ ഭാഗത്ത്, KVയുടെ ഭാഗത്ത് ഇനി എന്തായാലും ആ ഒരു ഇത് സ്റ്റാൻഡ് ക്വാർട്ടറിനെ ഒന്ന് വിളിച്ചേ. ക്വാർട്ടറിന്റെ അടുത്ത് എന്താണ് പറഞ്ഞതെന്ന് പറയാൻ പറഞ്ഞേ. അവര് ഓഫർ ചെയ്തില്ലേ കുറെ സംഭവങ്ങൾ, അതായത് അങ്ങോട്ട് ചെല്ലാനായിട്ട്.
ക്വാർട്ടറിന്റെ ഡീറ്റെയിൽ അവൻ വരുമ്പോ തന്നെ മറ്റേ ഞാൻ കാണിച്ചിരുന്നു അവരെ വ്യൂവേഴ്സ് പറയുന്നത് തന്നെ വേണമെങ്കിൽ കാണിച്ചെടുക്കും അവർക്ക്. അതായത് ഇന്നലെ കണ്ട ഇന്നത്തെ സിറ്റുവേഷൻ കണ്ട എല്ലാ വ്യൂവേഴ്സിനും അറിയാം ആരെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ MRC വ്യൂവേഴ്സ് തന്നെ പറയുന്നുണ്ട് റാംബോന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. എന്നിട്ട് പോലും ലൈവിനകത്ത് ഇരുന്നിട്ട് അതായത് മൈക്കിയുടെ തന്തക്ക് വിളിയും അതേപോലെ ഇവിടെ നിന്ന് ന്യായീകരണോ എന്ന് അത് എല്ലാവർക്കും ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും ഈ പറയുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും MRC വ്യൂവേഴ്സ് ആണെങ്കിലും അവര് കുറെ കമന്റ്സ് ഞാൻ കുറെ കണ്ട് അതിനെ കുറെ നമ്മളെ ഗ്ലിംസ് നമ്മുടെ ഷോർട്സ് നമ്മുടെ ഇതൊക്കെ POS കിട്ടുന്ന ഒരു ചാനലുണ്ട്. അതിന്റെ കമന്റ് സെക്ഷൻ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വേണമെങ്കിൽ കാണിച്ചു MRC വ്യൂവേഴ്സ് പറയുന്നത്, നമ്മളല്ല പറയുന്നത്. അല്ല അത്രേ ഉള്ളൂ. ആ സിറ്റുവേഷൻ മൈക്കേട് നടന്ന സിറ്റുവേഷൻ വെറും അപ്പി സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ തന്തക്ക് വെളി പുറത്ത് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഇത് RP അറിയാത്തോണ്ടാണോ എന്താ സംഭവിക്കുക അറിഞ്ഞൂടാ. പക്ഷെ ഇത് ശരിയായ സിറ്റുവേഷൻസ് ഒക്കെ വന്ന് ഇവരെന്താ ചെയ്യാൻ മനസ്സിലാവില്ല. മറ്റേ കേരളം കത്തിക്കണ രീതിയാക്കോ ഇത്? എന്താ സംഭവം ഇത്? ഒരു ഇവന്റോ RP ഒട്ടും അറിയാത്ത ഒരാൾക്ക് ഒരു മിനിമം ഒരു ബോധം കാണും ഇത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഇത് ഒരുമാതിരി ഭയങ്കര വൾഗർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവാണ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, അത് ഭയങ്കര ഷോക്കാണ്. എന്തായാലും ഞാൻ ഇപ്പൊ ക്വാർട്ടറിനെ വിളിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഇപ്പൊ വരും. ക്വാർട്ടറായിട്ട് പറയും അവൻ എന്തൊക്കെ ഓഫറിങ് ഞാൻ കൊടുത്തതെന്ന്. വന്ന് ഞാൻ വരും. കോട്ടറെ പറയൂ. നിനക്ക് എന്തൊക്കെയാ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞോ. എന്നെയോ? ഇതാണോ ലൈവാണോ? എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കൊറേ ഓഫേഴ്സ് കൊടുത്തായിരുന്നു. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങള് സെറ്റ് ചെയ്യാ, നീ ഇങ്ങോട്ട് വന്നാ മതി. ആൾറെഡി ആരോന്റെ പേര് പറഞ്ഞ് എന്നെ ആൾറെഡി നോക്കി വെച്ചായിരുന്നു, അങ്ങനത്തെ പറഞ്ഞായിരുന്നു. ഓഫറിങ്സ് കാര്യങ്ങള് ഓഫറിങ്സ് ആണെങ്കിൽ യൂട്യൂബിന്റെ കാര്യം സെറ്റ് ആക്കാൻ എനിക്ക് മന്ത്ലി അങ്ങനത്തെ റവന്യൂ കിട്ടും. പിന്നെ അവർമാരെന്തോ ബൂട്ട് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞ്, അവിടെ വേണമെങ്കിൽ വന്നോ, എല്ലാം സെറ്റ് ആക്കാം, എനിക്ക് ഫണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്ത് തരാണ്, അങ്ങനത്തെയാണ് പറഞ്ഞത്. അതായത് ഷെയ്ക്ക് ഇതേപോലെ ഇത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബിലാലാണ്. ബിലാൽ പറഞ്ഞത് ഷെയ്ഖാണ് നിന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആ ഒരു സംഭവം അത് പറയണമെന്ന് തോന്നി. പുറത്ത് മറ്റേ അകത്ത് ഇതേപോലെ ഈ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികള് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇനിയും അങ്ങനെ നിൽക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. അന്ന് നമ്മൾ VC എന്ന് സംസാരിച്ച സമയത്ത് ഈ പറയുന്ന ഷെയ്ക്ക് എന്ന് പറഞ്ഞ ആ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലേ, നമുക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലേ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. ഓക്കെ, എവഞ്ചുവലി അങ്ങനെ ഒരു സംസാരിച്ചായിരുന്നു. അല്ല, എന്നിട്ട് ആ പുള്ളി അതിന്റെ ഇടയ്ക്ക് ഇതും പറഞ്ഞു, അതായത് പൈസ കൊടുത്ത് മേടിക്കാനാണെങ്കിൽ ആരെ വേണോ മേടിക്കാം, അതായത് എന്നെ മേടിക്കാന്നോ ആരെ വേണോ മേടിക്കാനായി ഇനിയും പറ്റും, പൈസ കൊടുത്ത് മേടിക്കാമല്ലോ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പുള്ളിക്ക് പൈസയാണ്, ലൈക് പൈസ കൊടുത്താൽ എന്തും കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ കുറെ പേര് എന്താണ് KV ഇതല്ല MRC പോകുന്ന ബെറ്റർ. എടാ, അതായത് വേറൊരാളെ ഇങ്ങനെ മറ്റേ ഒരു ഇപ്പൊ ഉള്ള ഒരു ഇതിനെ മൊത്തം ഇല്ലാണ്ടാക്കിയിട്ടല്ല അവര് അപ്പായിട്ട് വരാനുള്ളത്, മനസ്സിലായി? അതാദ്യം മനസ്സിലാക്കണം. പിന്നെ പൈസ മാത്രമല്ല എല്ലാം, അതും മനസ്സിലാക്കണം. അതെ, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം വീട്ടില് ഇപ്പൊ നമുക്കൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ ഉള്ള ആളെ നോക്കി പോവില്ലല്ലോ. അതുപോലെ തന്നെ സ്വന്തം ഒരു കുടുംബം പോലെ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വേറെ പൈസ ഉള്ള കുടുംബം നോക്കി പോവില്ല എന്നുള്ള പറയുന്ന ഒരു കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ. സെയിം. പിന്നെ അന്നും അന്ന് മണി ടോക്സ് എന്ന് പറഞ്ഞ ഇതിട്ടപ്പോ, അതായത് സ്റ്റോറി ഇട്ടപ്പോ അന്നും ഇവര് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾ MRCയുടെ ഒരു പ്ലെയറിനെ കാണിച്ച, ഞങ്ങൾ പൈസ കൊടുത്ത് ഇറക്കിയ ഒരു പ്ലെയറിനെ കാണിച്ച, ഞങ്ങൾ പൈസ കൊടുത്ത് ഇന്നേ വരെ ഒരാളെ പോലും അതിനകത്ത് എടുത്തിട്ടില്ല, ഞങ്ങൾ വിളിക്കാൻ പോകുന്നില്ല, അങ്ങനെ വിളിക്കാനാണ് ഞങ്ങൾ മുമ്പേ ചെയ്തേന്നു, ഇനി ഞങ്ങൾ എടുത്താൽ തന്നെ അങ്ങനെ കുറെ ടോക്കൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഇന്നലെ വന്നിട്ട് കോട്ടന്റെ അടുത്ത് ഈ സംസാരിച്ചിട്ട് പോയത്. ഇത് ലൈവിലും പറഞ്ഞ കാര്യമാണ്, നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിച്ച് ഇത് നമ്മളന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, മാലിക്കിന്റെ കേസ് സോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അന്നും ഷെയ്ക്ക് പറഞ്ഞ കാര്യമാണിത്, ഈ സെയിം സംഭവം. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വേറെ വർത്താനം പറയുന്നത്. അതുകൊണ്ടപ്പോൾ നമ്മൾ കുറെയൊക്കെ നമ്മൾ മാക്സിമം ഒന്നും വേണ്ടല്ലോ, നമ്മളായിട്ട് ഒന്നിനും സ്റ്റാർട്ട് ചെയ്യണ്ട, ഒന്നും നമ്മളായിട്ട് ഹേറ്റ് വേണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് KV ആരെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരെയും VC വിളിച്ചിട്ട് ചോദിക്കാം, വരാൻ താല്പര്യമുള്ളവർ നിങ്ങൾ മറ്റേ എത്ര ലക്ഷം കൊടുത്തു വേണോ വേണമെങ്കിൽ എടുത്തോ. എടാ, എല്ലാരും ഒന്ന് VC വിളിച്ചേ, എല്ലാരും അങ്ങനെ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുള്ളവരുണ്ട് ഇപ്പൊ പറഞ്ഞോട്ടെ, ഇറങ്ങിക്കോട്ടെ. നമ്മള് മറ്റേ റീബിൽഡ് ചെയ്ത് വന്നതാ. ഇച്ചിരി മുന്നേ ഇച്ചിരി ഇതായിട്ട് അത് ഇച്ചിരി ഡൗൺ ആയിരുന്നു, അത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്ത് വന്നതാ. അപ്പൊ അതിൽ നിന്ന് തന്നെ അവർക്ക് മറ്റേ
ഓരോ വണ്ടികൾ കാണിച്ച് ഇത് വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. എടാ എല്ലാരെയും ഒന്ന് വിസി വിളിച്ചേ, എല്ലാരെയും വരെ താഴോട്ട്. ആ ഓക്കെ, ഗ്രൂപ്പിൽ പറഞ്ഞേടാ, എല്ലാരെയും വിസി വിളിക്കുക, എല്ലാരെയും. അതായത് ടോട്ടലി ഇവര് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. അത്ര ഉള്ളു ക്ലീൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളോട് പറഞ്ഞത് തന്നെ ആരെയും അതിന് വാങ്ങണില്ല, ഇതില്ല ഇതൊന്നില്ല ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കൊച്ചിരി തരാം, ഇരുന്നോ പോരുന്നോ, ഇതുണ്ട് അതുണ്ട് മാങ്ങ ഉണ്ട് ചക്ക ഉണ്ട് പറഞ്ഞിട്ട് വരും. അതെ, ഞങ്ങൾ ഇന്നലെ തന്നെ ഈ മൈക്കിയുടെ കേസ് തന്നെ നമ്മൾ മാക്സിമം സോൾവ് ചെയ്യാൻ തന്നെ ഇന്നലെ നോക്കി. എന്നിട്ട് ഈ ഇവന് വരെ ഇന്നലെ ബാഡ് എന്നിട്ട് വരെ ഈ വർത്തമാനം പറയുമ്പോഴാണ് പറ്റാത്തത്. ഇന്നലെ ഇവന്റെ തന്തക്കുള്ള ശേഷം ഞങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞത് റാംബോ. അത് നമ്മൾ പറഞ്ഞു ചെയ്ത് അവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞു. നമ്മളത് ലാസ്റ്റ് പറഞ്ഞു എത്ര ആയാലും ഒരു ഇഷ്യൂ ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതിനുശേഷമാണ് പിന്നെയും ഇതുണ്ടായത്, ഇങ്ങനെ ഈ പൈസ കൊടുത്ത് വാങ്ങണ പരിപാടികളെ. എല്ലാരെയും ഒന്ന് വിളിച്ചു, എല്ലാരെയും. എടാ ഇവിടെ പ്രൂഫ് എന്ന് ചോദിക്കണം. മൊണ്ണടുത്ത് ഒരു കാര്യം പറയട്ടെ, കോട്ടറിനെ വിളിച്ചത് കോട്ടറല്ലേ പറഞ്ഞത്, അല്ല വീട്ടിലിരിക്കുന്ന നിന്റെ അച്ഛൻ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ. അല്ല ഷെയ്ക്കിന് ഞാൻ പറയാം, ഷെയ്ക്കിന് മറ്റേ ഒരു സെക്കൻഡ് ഷെയ്ക്കിന് മറ്റേ ഞാൻ ഷെയ്ക്കിന്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞില്ലേ, അതായത് ഇനി ഇവിടെ നിന്ന് ഒരു പ്ലെയറിനെ വലിക്കരുത് എന്ന് പറഞ്ഞതിന്റെയൊക്കെ പ്രൂഫ് ഞാൻ കാണിക്കണമെങ്കിൽ അത് ഷെയ്ക്ക് പറയട്ടെ, ഞാൻ കാണിക്കാം ലൈവില്. അതിന്റെ സ്ക്രീൻ റെക്കോർഡ് അതൊക്കെ ഇരിപ്പുണ്ട്, അത് കാണിക്കണമെന്ന് പറയണമെങ്കിൽ കാണിക്കാം. അല്ലല്ല ഷെയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഷെയ്ക്ക് ലൈവ് പറയട്ടെ. അതായത് ഷെയ്ക്ക് ഇങ്ങനെ നമ്മോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിളിക്കത്തില്ല, പൈസ കൊടുത്താൽ ഇറക്കിയിട്ടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനപ്പം നമ്മൾ പ്രൂഫ് കാണിക്കാം. ഇപ്പൊ പ്രൂഫ് കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല, വെറുതെ ആവശ്യമില്ല, നമുക്ക് കളിക്കേണ്ട കാര്യമില്ല. അവൻ പറയട്ടെ, അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂഫ് കാണിച്ചു തരാം. നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ആ ടൈമിൽ പ്രൂഫ് കാണിച്ചു തരാം. നമുക്ക് ഇപ്പൊ പ്രൂഫ് കാണിക്കേണ്ട ആവശ്യം അത്രക്ക് ഇതിലൊന്നല്ല നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് അല്ല ഇന്നലെ തന്നെ ഇവരുടെ അടുത്ത് എല്ലാവരും വി സി വിളിച്ചിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചതാ. അപ്പോഴും മറ്റേ അവരുമായിട്ട് MRC ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ബാക്കി കിടപ്പില്ല. ആകെ മൈക്കിയുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ റാംബോ എന്ന് പറയുന്ന പുള്ളി ലൈവ് ചെയ്തിട്ട്. ആ ഒരു കേസ് മാത്രമാണ് ബാക്കി. ഇന്നലെ നമ്മൾ ബാക്കിയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഡ്രോപ്പ് ആക്കി അങ്ങനത്തെ ഒരു രീതിക്കാണ് നിന്നത്. പിന്നെ ഇവർ ഇന്ന് പകലായപ്പോൾ ഇവർ വീണ്ടും ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവരുമായിട്ട് അങ്ങനെ പോകാൻ താല്പര്യമില്ല. അത്രേ ഉള്ളൂ. എടാ എല്ലാരും വന്നോ? ഇനിയുണ്ടല്ലോ ബാക്കിയുള്ളവർ ഇവിടെ. അല്ല ഞാൻ ഒരു കമന്റ് ഇട്ടിട്ട് ബെറ്റർ ഗ്യാങ് MRC എന്ന് പറഞ്ഞിട്ട് ഏതൊരുത്തതിനകത്ത് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ബെറ്റർ ഗ്യാങ് MRC ബ്രോ. ഇവിടെ ഈ ഗ്യാങ് തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് നിനക്കല്ലോ വല്ല പരിചയമുണ്ടോ? കുറെ നാളായിട്ട് ഇതിനകത്ത് തന്നെ കളിക്കണവരെല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നത്, എത്രയോ ഗ്യാങ്ങിൽ കളിച്ചിട്ട് വന്നവരാണ്. പിന്നെ ഇവിടെ എടുത്ത ആരെയും പൈസ കൊടുത്ത് എടുത്തവരല്ല, ഈ MRC പോലെ പൈസ കൊടുത്ത് എടുത്തവരല്ല ഇവിടെ ഇരിക്കുന്ന ആരെയും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അവരെ ഇഷ്ടത്തിന് വന്നവരാ കുറെ പേരും ഈ ഗ്യാങ്ങിൽ ഇപ്പൊ കളിക്കുന്ന കുറെ പേരും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. തുടങ്ങി വന്ന തന്നെ ഞാൻ ഈ ഗ്യാങ് കയറാൻ അങ്ങനെ വന്ന ഞാനൊക്കെ ഈ RP എന്ന സാധനം ഈ ഗ്യാങ് കയറാൻ വേണ്ടി തുടക്കുന്നത് കണ്ട് വന്നമാരല്ല. അല്ലാതെ മറ്റേ പൈസ കണ്ടിട്ടോ ഇതിനകത്ത് കയറിയ പൈസ കിട്ടുന്ന പറഞ്ഞിട്ടൊന്നും വന്നതല്ല. എനിക്കൊരു 10 ലക്ഷം തരണേ, എനിക്കൊരു 10 ലക്ഷം തരണേ. എനിക്കൊരു 10 ലക്ഷം ഒരു ബൂട്ട് ക്യാമ്പ് തന്നാ ഞാൻ പോരും കേട്ടോ. ഇല്ല, കാശിന് വേണ്ടിയാണ് എത്ര പേര് ലൈവ് ഇടുന്നുണ്ട്, എത്ര പേര് ലൈവ് ഇടുന്നുണ്ട് തിങ്ക് ചെയ്താൽ മതി. കാശിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ ഒരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, എന്തായിരുന്നു വ്യൂവിന്റെ കാര്യം എന്തോ ഒരുത്തം പറയുന്നുണ്ടായിരുന്നു. പിന്നെ എടാ എന്തായിരുന്നു ഞാൻ ഇവിടെ കണ്ടായിരുന്നു, അതായത് ഇത്രയും വ്യൂസ് കിട്ടില്ല. എടാ വ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ കോൺട്രവേഴ്സി ലൈവ് ഇടക്കിടക്ക് ഇട്ടാൽ മതി. ഇവിടുന്ന് ആരും അങ്ങനെ ചെയ്യരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഇവന്മാര് ചെയ്യിപ്പിക്കുന്നതാ, നമുക്ക് ഈ മറ്റേ വ്യൂസ് ഉണ്ടാക്കിയിട്ടൊന്നും കിട്ടാനില്ല. ഞാൻ 10,000 മൊണ്ണകളെക്കാട്ടും 1000 ബുദ്ധിയുള്ളവരാണ്. ഞാൻ ഇവിടെ മറ്റേ നിങ്ങളെ മന്ദബുദ്ധി വ്യൂസ് അല്ല. പിന്നെ ലൈവ് ഇട്ട റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ KV എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന് ഒരു കോർ വ്യൂവേഴ്സ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 500-400 റേഞ്ചിൽ കോർ വ്യൂവേഴ്സ് ആ റേഞ്ചേ ഉള്ളൂ. ഞങ്ങൾ അത് ഓപ്പൺ ആയിട്ട് പറയാൻ ഒരു മടിയില്ല. ഞങ്ങൾക്ക് അത് പറയുന്ന ഒരു ഷെയിമോ എന്തോ ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് ആ വ്യൂവേഴ്സ് മതി. KV എന്ന് പറഞ്ഞ ഗ്യാങ്ങിന് ആ വ്യൂവേഴ്സ് മതി. ആ വ്യൂവേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. ഇന്നലെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ വ്യൂവേഴ്സിനെ തന്നെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത് വന്ന് അവർ പറഞ്ഞു, നമ്മളത് അവർക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവര്, അതായത് ഈ ഒരു വ്യൂവേഴ്സിനുള്ള നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെ എത്രയൊക്കെ ചവിട്ടി നിങ്ങൾ. ഒരു സെക്കൻഡ്, പാവ കാസ്ട്രോ എന്ന് പറയുന്നുണ്ട്. എടാ കാസ്ട്രോ എറണാകുളം പോയേക്ക്, അതാണ് ഇന്ന് കാസ്ട്രോ ലൈവ് വരാത്തെ. ഞാൻ ലൈവ് ഇട്ടതാ, മൊയിലൂൻ ഇന്ന് ലൈവ് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടെ. അത്രേ ഉള്ളൂ. പറഞ്ഞു. അല്ല പാവ കാസ്ട്രോ മറ്റേ പറഞ്ഞു.
ഈ ഒരു വ്യൂവേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അതായത് ഈ നമ്മൾ ഇത്രയും കാലം, അതായത് ഈ ഒരു വ്യൂവേഴ്സ് എന്ന് പറയുന്നത് മറ്റേ എപ്പോഴും മറ്റേ മാറിയും തിരിഞ്ഞു നിൽക്കുന്ന വ്യൂവേഴ്സ് അല്ല. അതായത് നമ്മൾ KVA സ്റ്റാർട്ടിങ് മുതൽ, അതായത് നമ്മൾ ഡൗൺ ടൈം ആയപ്പോൾ പോലും, ഈവൻ ഡിസ്മാൻഡിൽ എന്ന് പറഞ്ഞപ്പോൾ പോലും കൂടുന്ന വ്യൂവേഴ്സ് ആണ് ഇത്. മനസ്സിലായോ? അപ്പൊ ആ വ്യൂവേഴ്സിന് ബാഡ് അടിച്ചു എന്ന് പറഞ്ഞാൽ ആസ് എ നമ്മളൊരു ഗ്യാങ് കളിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിക്ക് നമുക്കത് നല്ല രീതിക്ക് ബാഡാണ്. കാരണം നമ്മളെ വ്യൂവേഴ്സിനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. കാരണം അതായത് നമ്മളെ തലയിൽ കയറി ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇവന്മാർക്ക് വേണ്ടി ലൈവ് ഇട്ട് കൊടുക്കുന്നത്? എന്തിനാ ഈ വ്യൂവേഴ്സിന് നമുക്ക് എന്ത് വില നമ്മൾ കൊടുക്കുന്നത്? ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ വേണ്ട ഇല്ല അടങ്ങി നിൽക്കാൻ വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടും ഈ ഒരു കാരണം കൊണ്ടും കൂടിയാണ് നമ്മൾ ഇട്ടത്. ഈ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇട്ടത്. അപ്പൊ അപ്പം ബാക്കിയുള്ള ഈ വ്യൂവേഴ്സിന് വേണ്ടി നമുക്ക് ആണെങ്കിൽ പണ്ടേ നമുക്ക് തുടങ്ങാത്. അത് എത്രങ്ങാനും സിറ്റുവേഷൻസിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ MRC എന്ന് പറയുന്ന ഗ്യാങ്ങിന്റെ മോണിറ്ററിംഗ് പീരീഡിൽ വരെ ഇഷ്ടം പോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ സിറ്റുവേഷൻസ് ഇതിന് വേണ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ തന്നെ അന്നുണ്ടായത്, നിങ്ങൾ ടോമി ജബ്ബാർ ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മ ഉണ്ടോ അറിഞ്ഞൂടാ. മറ്റേ അവന്റെ പേരെന്താ, ഉസ്മാനും ബിലാലും തമ്മിൽ വീഡിയോ ചെയ്ത്, അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെ വണ്ടി ഇടിച്ച് കൊല്ലണം. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. എനിക്കത് സിറ്റുവേഷൻ ആക്കാൻ അറിയണ്ടല്ലോ. ഞാൻ അത് ബിലാലാന്ന് കണ്ട് MRC എന്നൊക്കെ ഒഴിവാക്കാൻ നോക്കിയതാണ്. അത് അല്ലാന്ന് പറയട്ടെ, നമ്മളിത് മാക്സിമം എന്തൊക്കെ വേണ്ട വെച്ചാൽ ഒഴിവാക്കാൻ നോക്കിയത്. ഇന്നലെ മൈക്കുള്ള സിറ്റുവേഷനിൽ മൈക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഒഴിവാക്ക്. പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ അത് വേറെ രീതിയിലാക്കി മാറ്റുക. അല്ല, മൈക്ക് പറഞ്ഞ വിടു ബ്രോ അത് വിടു ബ്രോ അങ്ങനെ പറഞ്ഞേ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന റാംബോ പറഞ്ഞ വിട്ടോന്ന്. രണ്ട് വ്യത്യാസമുണ്ട്. രണ്ട് ടോണിന് രണ്ട് വ്യത്യാസമാ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വായിലിരിക്കുന്ന നാവാണ് ഞങ്ങൾ തിരിച്ചു പറയും. അതിപ്പോ ആരെങ്കിലും നമ്മൾ കൊണയ്ക്കാനുള്ളത് നമ്മൾ തിരിച്ചു കൊണച്ചിരിക്കും. അതിനി എന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോ എത്ര വലിയ ആളാണ് MRC, അവൻ പറയുന്നുണ്ട് MRC അറിഞ്ഞിട്ട് മൈക്ക് കൊണച്ചു. MRC അറിഞ്ഞോണ്ട് അവിടെ മാറി നിന്നേ, ഇല്ലെങ്കിൽ അവനെയൊക്കെ എടുത്തോണ്ട് പോയിട്ട് വേറെ വല്ല ചെയ്യിപ്പിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലോ. അതവന് ഈ RP എന്നത് അറിയാത്തോണ്ട് അവന് കുറച്ച് വേണമെങ്കിൽ ബാക്കൗട്ട് നോക്കാൻ പറഞ്ഞാൽ KVA എന്താന്നുള്ളത്. അവ ഇനി ഇങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇനി ഈ രീതിയിലാവത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഇനി സിറ്റിയിലുള്ള ഒരു മറ്റേ TV ഒഴിച്ചിട്ട് ബാക്കി ഒരു ഗ്യാങ്ങിന്റെ അടുത്തും ആ ഒരു ഇത് പ്രതീക്ഷിക്കേണ്ട. റെസ്പെക്ട് വേണ്ടിയൊന്നും ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. മറ്റേ അകത്ത് വന്ന് ചിരിച്ച് കാണിച്ചിട്ട് പുറത്ത് പച്ചക്ക് കയറ്റി വരുന്നവന്മാരുടെ അടുത്ത് ഈ ഇത്ര മാന്യതയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എല്ലാവരും. എടാ പിന്നെ ഇപ്പൊ എല്ലാവരും വന്നില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരുടെ എല്ലാവരും ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും MRCയിലോട്ട് ഇപ്പൊ ക്വാർട്ടറിനെ വിളിച്ചില്ലേ, അവൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേപോലെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അവര് പൈസ എന്തെന്ന് വെച്ചാൽ തരും, എന്ത് വേണോ തരും. ചിലപ്പോ വേറെ എന്തെങ്കിലും ഒക്കെ മേടിച്ചു തരും, ബൂട്ട് ക്യാമ്പ് തരും. നിങ്ങൾക്ക് എവിടെ ഞാൻ പറഞ്ഞുതരാം. എടാ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വ്യൂവേഴ്സോ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കയറ്റും തരത്തില്ല. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഇറങ്ങണോ വേണ്ടോ എന്നുള്ളത്. ഡ്രേക്ക, പൃഥ്വി, ഹെൻസോ, നിങ്ങൾ എല്ലാരും പറഞ്ഞോ ഇറങ്ങുവാണോ അല്ലെങ്കിൽ. ഓക്കെ, അടുത്ത ആള് പറ. ഹെൻസോ, എടാ ഇപ്പൊ എങ്ങനെ കണ്ടാ മതി? സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്, ഫണ്ണായിട്ട് ചോദിക്കുന്നതല്ല. എടാ എന്നാ അങ്ങനെ പറ. ഇത് സീരിയസ് ആയിട്ട് ചോദിക്കുന്നതല്ല, കളിക്ക് ചോദിക്കുന്നതല്ല. ബാക്കിയുള്ളവർ പറയും. എടാ പറയുന്നു. പിന്നെ എന്താണ്ടി ഇത്ര നേരം പറഞ്ഞു? എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണമെങ്കിൽ ഇവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. ഇപ്പൊ പറയുക, ആർക്കെങ്കിലും അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയും. ഒരു താല്പര്യമില്ല. പല ഓഫേഴ്സും വരും. ഇപ്പൊ കൊടുത്തതേപോലെ പല ഓഫേഴ്സും വരും. ഇതിപ്പോ ഇനി വീട് വെച്ചിരുന്നാണ് ചിലപ്പോ നാളെ പറയും വന്നിട്ട്. അതൊക്കെ ഉണ്ടാവും. കുറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഉണ്ടാവും. പക്ഷെ ചിലപ്പോ കാറ് മേടിച്ചു തരാന്ന് പറയും, വീട് വെച്ച് തരാന്ന് പറയും. അവരെ കൊണ്ട് എന്തുകൊണ്ടും ഇത്ര പൈസ ഉണ്ടെങ്കിൽ ആ റാംബോക്ക് ഒരു തന്തേനെ മേടിച്ചു കൊടുക്കാൻ പറ. ഓക്കെ, അത് പേഴ്സണല്ല. അത് റാംബോ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടി. അത്രേ ഉള്ളൂ. അത് അവര് തമ്മിലുള്ള പേഴ്സണൽ. അത് കഴിഞ്ഞല്ലോ, മൈക്ക് കടം കഴിഞ്ഞല്ലോ. ബാക്കിയുള്ളവർ പറഞ്ഞു സമാധാനമായില്ലേ? അത്രേ ഉള്ളൂ. എടാ ബാക്കി ലെഗസി, എടാ നിനക്ക് പോണോടാ ലെഗസി? ഇച്ചിരി ടൈറ്റാണ്. അതെ ഇന്നലെ ആണെങ്കിൽ പോലും ഇവന്മാര് വേറെ കുറെ വ്യൂവേഴ്സിനെ കൂടി കൂട്ടിടിക്കാൻ നോക്കുന്ന ഞാൻ കണ്ടേ. MRC എന്നുള്ളവന്മാര് വേറെ കുറെ വ്യൂവേഴ്സിനെ കൂടി കൂട്ടിടിക്കാൻ. അതായത് നിങ്ങളെ അതായത് പ്രോപ്പർ ആ കാണുന്ന ഒരു സിറ്റുവേഷൻ കണ്ട അന്നം തിന്ന ചോറ് നിന്ന ഒരാൾക്ക് മനസ്സിലാവും ആരെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഈവൻ ഇന്നലെ ആ ലൈവ് നിങ്ങൾക്ക് ഇവന്റെ, അതായത് ഷെമീന്റെ ലൈവ് എടുത്ത് കണ്ടാൽ തന്നെ
അതിനകത്ത് ഫുള്ള് പോയാ ഹലോ ഇല്ല ഇല്ല കേൾക്കുന്നില്ലേ? കേൾക്കാം പറഞ്ഞു. ആരെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നെ നിന്നൊരാൾക്ക് ഞാനാണെങ്കിൽ പോലും ഞാൻ ഈ അതായത് MRC എന്ന് പറഞ്ഞ ഗ്യാങ് സിറ്റിയിൽ വരുന്ന പറഞ്ഞ കാലം മുതൽ എത്ര സിറ്റുവേഷൻസ് ഞാനായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ ലൈവ് ആണെന്ന് ആൾക്കാർക്ക് അറിയാം. അതായത് MRC അന്ന് അടിച്ചിട്ടുണ്ട്, ഷെയ്ക്ക് അടിച്ചിട്ട് സിറ്റുവേഷൻ കുറെ സിറ്റുവേഷൻസ് ഇവരായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇവരാന്ന് അറിഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അത് ഈവൻ ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്ത് കേസാണെങ്കിലും അന്ന് മാലിക്കായിട്ടുള്ള ഇഷ്യൂവിൽ ഇവർ ഇടപെട്ട് MRC ഇടപെട്ട് നമ്മൾ മാലിക്കുമായിട്ടാണ് ഇഷ്യൂ പറഞ്ഞത്. അതിന്റെ ഇടയിൽ കൂടെ MRCക്കാർ കയറുന്ന ലൈവ് ഇട്ട് പറഞ്ഞ് നമ്മൾ മാലിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയ റീസൺ പറഞ്ഞുകൊണ്ടപ്പോൾ അവിടെ MRC ലൈവ് ഇട്ടിട്ട് KVനെ കുറ്റം പറയുന്നത്. നമ്മൾ MRCനെ ഒരു തേങ്ങാൻ പറ്റില്ല. നമ്മളെ വ്യൂവേഴ്സ് അവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ ഈ കോമൺ ആയിട്ട് ഹെയ്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്. അതായത് അപ്പൊ അവിടെ ചെന്ന് അവിടെ കൊണ്ട് കുറച്ച് സ്പാം ചെയ്ത് അതിന്റെ പേരിൽ അവർ KVനെ പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ നിന്നിട്ട്. ആ വ്യൂവേഴ്സിന് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വ്യൂവേഴ്സ് റിപ്പോർട്ട് എടുക്കുക, അല്ലാതെ KVനെ എല്ലായിടത്തും പറയേണ്ടത്. അന്ന് ആ വ്യൂവേഴ്സ് റിപ്പോർട്ട് കടയിൽ കൂടെ ഷെയ്ക്ക് പറഞ്ഞ വാക്കുണ്ട്. KVക്കാരും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് അവിടുന്ന് ആരും പൈസ കൊടുത്താലും മേടിക്കുന്നില്ല എന്ന് ഷെയ്ക്ക് ഒരു വാക്ക് പറഞ്ഞിരുന്നു. KVക്കാർ ആര് പറഞ്ഞു ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ചു എന്ന്? നമ്മൾ അവന്റെ കേസ് പറഞ്ഞു, മാലിക് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലായി മാലിക്കിന്റെ കേസ് അങ്ങനെ അല്ല എന്ന് മാലിക്കായിട്ട് സോൾവ് ചെയ്ത്. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇടയിൽ കൂടെ കയറി ഒന്നും അറിയാതെ എന്നിട്ട് ഷെയ്ക്ക് പിറ്റേഴ്സ് ലൈവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ ക്ലിപ്പ് കണ്ടിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഫുൾ POV ഞങ്ങൾ ആരും കണ്ടിട്ടില്ലായിരുന്നു, മാലിക്ക് ലൈവ് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അത് ആലോചിക്കണം കേസ്, എത്രയും കോൺട്രവേഴ്സി ആക്കി പോയിട്ടവന്മാര് ഇരുന്നിട്ട് പിറ്റേഴ്സ് ലൈവ് ഇട്ട് പറയുന്നതാ. ഞങ്ങൾ ഫുൾ മാലിക്കിന്റെ ഓരോ ക്ലിപ്പ് കട്ട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഫുൾ POV നിങ്ങളുടെ സൈഡും KVയുടെ സൈഡും മാലിക്കിന്റെ സൈഡും കണ്ടിട്ടില്ലായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും കാര്യം ഞങ്ങൾ ഓൾമോസ്റ്റ് 5-6 വർഷമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് അവിടെ ഈ ഗ്യാങ്ങിലുള്ളവര്. എടാ ഇത് 6 ദിവസം കൊണ്ട് തുടങ്ങിയ ഗ്യാങ് അല്ല, 6 വർഷമായിട്ട് ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. 6 വർഷമായിട്ട് ഞങ്ങൾ RP കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താ അല്ലെ നിന്നെ പോലെ എഴഞ്ഞു വാങ്ങുമല്ലേ, മനസ്സിലായ സത്യം. എനിക്ക് കുറച്ച് റെസ്പെക്ട് തരണത് ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചു മേടിക്കുന്നവരൊക്കെ ആദ്യമായിട്ട് കടന്നിട്ട് ഇത്രയും ഒരു 6 കൊല്ലമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. KVയുടെ വീണ്ടും പോയില്ല കട്ടായി. ആരാ വിളിച്ചിട്ട് എന്തോ കാര്യമായിട്ട് പറയാൻ വന്നതാ. പിന്നെ അല്ല, പിന്നെ വേറൊരു കാര്യം കണ്ടിട്ടു ഞാന് ഇന്നലെ ഈ ഓരോന്ന് പറയുമ്പോഴേ ഈ മൊയലുവിന്റെ ചാറ്റിൽ വന്നിട്ട് കൊറേ കൊച്ചുണ്ടകൾ വന്നിട്ട് കൊറേ ഇത് പറയണുണ്ട്. ഇത് നിനക്കൊക്കെ എന്ത് പറയാൻ എന്ത് അധികാരം ഉണ്ടാ കിടന്ന ഞാൻ എന്ത് അധികാരം ഉണ്ട് ₹100 അത് പറയുന്നുണ്ട്. അതിന് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ നിങ്ങൾ ക്യാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ല. ഇവിടെ മറ്റേ ഗ്രൈൻഡ് ചെയ്തതിനെന്തോ പുള്ളി ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ മറ്റേ KKB എല്ലാരും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്ത ആൾക്ക് പുള്ളി കൊടുത്ത് 25,000 എന്തോ ഇൻ ഗെയിമില്. അതിനൊന്നും കൊടുത്തതല്ല. മനസ്സിലോ? അവൻ ചെയ്തതിനുള്ള കൂലി പുള്ളി കുറെ പേർക്ക് കുറെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ പുള്ളിക്ക് പറഞ്ഞുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല. ഇത് മാലിക് അന്ന് വന്നിട്ട് പറഞ്ഞു, മാലിക് ഒരു മിസ്റ്റേക്ക് ചെയ്തു. അതവൻ പറഞ്ഞു. അവന്റെ കാര്യം അന്ന് ഇവിടെ നൈറ്റ് വന്നിട്ട് പറഞ്ഞായിരുന്നു. അവനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവർ വിളിച്ചപ്പം അവന്റെ മൈൻഡിൽ ആ ഒരു തോട്ട് വന്നു. അതായത് അത് അവന് പറഞ്ഞു, അവന് ചീറ്റ് ചെയ്യുന്ന പോലെ തോന്നി, KVയെ ചീറ്റ് ചെയ്യുന്ന പോലെ അവന് തോന്നി. ആ ഒരു സംഭവം അവൻ വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് കോട്ടറും അത് പറഞ്ഞായിരുന്നു. അതായത് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ അവരും ആ ഒരു തോട്ട് വന്നു, കോട്ടറിനും അത് വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇല്ല ഞാൻ ഇങ്ങനെ പോകത്തില്ല എന്നുള്ള രീതിക്ക് അവനും പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞ കേസ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പം അതായത് ഈ ലൈവ് കാണുന്നതിൽ ഒരു ഇപ്പൊ ഈ 1.4K വ്യൂസ് ഞാൻ നോക്കുന്നില്ല. ഇതിനകത്ത് ഈ 4K വ്യൂസ് ഈ 1 പോയിന്റ് ആയിട്ടുള്ള വ്യൂസിനോട് ചോദിക്കുന്നത്. അതായത് KVന്റെ OG വ്യൂസിനോട് ചോദിക്കുന്നത്. ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്യാങ് ഹൗസിനകത്തൊക്കെ വന്നിട്ട് അതിന് കോണടിച്ച് പോയിട്ട് ഒരുത്തം മര്യാദക്ക് പോകുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ അവിടെ ചെയ്യാൻ ഒറ്റ റീസൺ എന്ന് പറയുന്നത് പുള്ളി അവിടെ നിന്ന് സംസാരിക്കുക. അതായത് കാസ്ട്രോ എന്ന് പറയുന്നത് പുള്ളി അവിടെ നിന്ന് സംസാരിക്കുക ഒറ്റ ഒരു റെസ്പെക്ട് കൊണ്ട് മാത്രമാണ്. ആ ടൈമിൽ അവിടെ കാസ്ട്രോ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ഇല്ലെന്നെങ്കിൽ മൈക്കൊക്കെ എപ്പോഴും അവൻ അടിച്ചിട്ടുണ്ടാവും. അവിടെ അങ്ങനെ തന്നെ നമ്മൾ KV നടന്നിട്ട് പോയിട്ടുള്ളൂ. KV എന്താന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്നിട്ടും മാക്സിമം ഒഴിവാക്കാൻ നോക്കുമ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് വേണ്ട, തുടങ്ങണ്ട, പോട്ടെ, വെറുതെ പോണ്ട എന്നിട്ട് നമ്മൾ ഒഴിവാക്കി പോയിട്ട് നമുക്ക് ചുമ്മാ ഹേറ്റ് വന്നോണ്ട് ലൈവ് ഇട്ടിരുന്നിട്ട് ഇരുന്നിട്ട് തന്തക്ക് വിളിച്ചോണ്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈം അപ്പൊ അത് ഇല്ല. അത് മാത്രമല്ലടാ, എത്ര സിറ്റുവേഷൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള എനിക്കെന്നെ 2 സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം മീൻസ് നമ്മളെല്ലാം ഒഴിവാക്കുമായിരുന്നു. കാരണം പുള്ളി പുറത്ത് വിളിച്ച് നമ്മളടുത്ത് പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് ഗ്യാങ് ആയിട്ട് പോവാം, നല്ല രീതിക്ക് മുന്നോട്ട് പോവാം, നമുക്ക് അടി വേണ്ട, നല്ല രീതിക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളന്ന് ഞാനാ പറഞ്ഞ നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും ഒരു വള്ളിയോ നമ്മളെ സൈഡ് എന്തായാലും അങ്ങോട്ടൊന്നും ട്രിഗർ ആക്കത്തില്ല. അത് നമ്മൾ തന്നെ വാക്കാന്ന് എല്ലാവരും ഉണ്ടായിരുന്നു.
ഞാൻ ഉണ്ട്, വർക്കിച്ചനുണ്ട്, മൊയിലും ഉണ്ട്, ഡ്രാഗൻ ഉണ്ട്, ക്യാഷ് ഇത് ഹിറ്റ് മാത്രം ഇല്ലായിരുന്നു. ഹിറ്റ് വന്ന് നോമ്പിന്റെ കാര്യമായിട്ടും പുറത്തായിരുന്നു. സത്യത്തിൽ ഞാൻ നമ്മൾ വരാത്തതാ, എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു സംസാരിക്കാൻ, ഞാൻ അതുകൊണ്ടാണ് വരാത്തത്, ഉള്ളത് പറയാലോ. അത് ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ പറയുമായിരുന്നു നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും ട്രിഗർ ആവത്തില്ല, അത് നമ്മൾ വരുന്ന ഉറപ്പാന്ന് പറഞ്ഞ് അന്ന് സംസാരിച്ച് തീർത്തത്. അവരും പറഞ്ഞ് അവരുടെ സൈഡിൽ നിന്ന് ഒഴിവാക്കും. പക്ഷെ ഇങ്ങനെ ഇതൊക്കെ പുറത്ത് നിങ്ങളറിയാതെ വ്യൂവേഴ്സ് അറിയാതെ നമ്മളവിടെ സംസാരിച്ച് തീർക്കുന്നു. പക്ഷേ പിന്നെ അടുത്ത ദിവസം വരും, ഇവര് ലൈവ് ഇടും, എന്തൊക്കെയോ പറയും, ഫുൾ ഹേറ്റ് തരും, പിന്നെ അത് നമ്മൾ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണം. അത് പറ്റത്തില്ല. എന്തായാലും ഇനി ഈ രീതിക്ക് തന്നെ പോകും. ഞാനൊരു കാര്യം പറഞ്ഞ കേസ്, നിങ്ങൾ ഈ കുറെ ആൾക്കാർ വന്നിട്ട് KVയെ മറ്റേ MRG ബെറ്റർ ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന ഈ MRG ഈ പറയുന്ന ഈ വ്യൂവേഴ്സിനെ അറിയാം, പറയുന്ന KV എന്താ നന്നായിട്ട് അറിയാം. അതായത് ഇന്നേ വരെ ഞാൻ പറഞ്ഞത് അതിനകത്ത് കളിക്കുന്ന പ്ലേയേഴ്സ് ഈവൻ ആയിക്കോട്ടെ, അവന്മാർ എടുത്ത് ലൈനപ്പ് കയറ്റി വെച്ചിരിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും ഇവിടുന്ന് ഇവിടെ ഇരിക്കുന്നവരെ കയ്യിൽ നിന്ന് അടി കൊണ്ടുപോകാന്മാരാ. മനസ്സിലായ? അവന്മാർക്കൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഗ്യാങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവന്മാരോടും ചോദിച്ചു നോക്ക്. നിങ്ങൾ ഈ വ്യൂവേഴ്സ് കണ്ടിട്ട് വെറുതെ വന്നിട്ട് ഈ ഒരു പുറത്തത്തെ ഒരു കാര്യം MRG എന്നുള്ള സാധനം RP-ക്കകത്ത് കൊണ്ടുവന്നിട്ട് പുറത്തായിട്ട് കമ്പയർ ചെയ്യരുത്. MRG എന്ന് പറയുന്നത് RP വേറെ, റിയൽ ലൈഫ് വേറെ. ഈ റിയൽ ലൈഫിൽ വലിയ ഇതാണ് വിചാരിച്ചിട്ട് ഈ RP-ക്കകത്ത് കയറി ഒന്ന് ആ സംഭവം ഇറക്കാൻ നോക്കിയാൽ അടിച്ച് കളിക്കാൻ അവരെങ്ങാട്ടി കഴിവുള്ള ഇഷ്ടം പോലെ പിള്ളേർ ഇതിനകത്തുണ്ട്. ഈ KV നല്ല ഗ്യാങ് നല്ല ഇഷ്ടം പോലെ വേറെ ഗ്യാങ് കളിക്കുന്ന ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. എക്സ്ലാൻഡ് സിറ്റിയിൽ ഏത് ഗ്യാങ് ഉണ്ടോ മോശം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ പൈസ മാത്രമല്ല എല്ലാം, അത്രയും കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് ഗൺ പവർ ഉണ്ടാക്കുന്ന ഇത്രയോ പുതിയ പിള്ളേരുണ്ട്, അതറിയാവോ? പുതിയത് ലൈവ് ഇടാതെ ഗ്യാങ് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഗ്യാങ്ങിൽ ഒരാൾ പോലും ലൈവ് ഇടാതെ ഗ്യാങ് നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന കുറെ ഗ്യാങ് ഉണ്ട്. അവന്മാർക്കൊന്നും നിങ്ങൾക്ക് അടിച്ചു തരാൻ അറിയാനിട്ടല്ല, നിങ്ങൾക്ക് അറിയില്ല. അതായത് ഈ RP എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പുതിയതായിട്ട് RP-യോട്ട് വന്ന ആൾക്കാരോടാണ്, ഈ ലൈവിനകത്ത് ഇരുന്ന് തന്തക്കും തള്ളക്കും വിളിക്കുന്നവന്മാരോടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ RP എന്ന് അറിയാതെ ഇരുന്നിട്ട് ഈ എന്തൊരു സിറ്റുവേഷൻ ലൈവ് ഇട്ടിരുന്നിട്ട് ഈ അപ്പി കേസിനൊക്കെ ഇരുന്നിട്ട് ലൈവ് ഇട്ടിരുന്ന് തന്തക്കും തള്ളക്കും വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞത്. ഇത് റിയൽ ലൈഫ് അല്ല. ഇത് നിങ്ങൾ ഒന്നോ രണ്ടാമത്തേന് ഈ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് ഈ റിയൽ ലൈഫിൽ വണ്ടി വിളിക്കാനൊന്നും. ഇത് ഗെയിം RP ആണ്. ഈ RP-ക്കകത്ത് തീർക്കുക. അത് ഇന്നലെ മാനായിട്ട് സംസാരിക്കാൻ വേണ്ട ഗ്യാങ് ഹൗസ് വിളിച്ചത്. അപ്പോഴും അവന് അവിടെ വന്നിട്ട് എന്തോ ആണെന്നുള്ള വലിയ എന്തോ ആണെന്നുള്ള രീതിക്കാണ്. ഇപ്പോഴും ഞാൻ പറയാം, നീയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ള RP, നീയൊക്കെ പഠിച്ചു. അപ്പൊ അറിയില്ലെങ്കിൽ എത്ര ചെറിയ ആളാണെങ്കിലും നിനക്ക് RP അറിയില്ലെന്നുണ്ടെങ്കിൽ അറിയുന്നവര് പറയുന്ന കേൾക്കുക. അറ്റ്ലീസ്റ്റ് അത് കേൾക്കാനുള്ള മര്യാദ കാണിക്കുക. അതിപ്പം നീ ഇപ്പൊ എന്തോ വലിയ ആളാണെന്ന് വലിയ വിചാരം ഉണ്ടെങ്കിൽ ഒന്നുമല്ല. സിറ്റിക്കകത്ത് വന്ന KV എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ കാണിച്ചുതരാം. ഇനി എന്താ വന്നു കഴിഞ്ഞാൽ എന്താണ് KV നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്തായാലും സിറ്റിയിൽ നിങ്ങൾ സിറ്റുവേഷൻ ഞാൻ അതിനകത്ത് ഇഷ്ടം പോലെ അറിയുന്ന ആൾക്കാർ എനിക്കുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ MRG തന്നെ ചോദിച്ചു എത്ര സിറ്റുവേഷൻസ് KV സോൾവ് ആക്കിയിട്ടുണ്ടെന്ന്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ ഉള്ള ഒരു പയ്യന്റെ തന്തയ്ക്ക് വിളിച്ചു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കൂടെ ഉള്ള ഒരു പയ്യന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് അവന്മാര് മറ്റേ പുറത്ത് എന്ത് വേണോ കാണിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യം നോക്കി പോവുക, അത്രേ ഉള്ളൂ. അല്ല വെയിറ്റ്, പിന്നെ എന്തിനാ പുറത്ത് വീശി വന്നു കുണച്ചത്? അത് ഇന്നലെ ഒരുത്തം വന്ന് കുണച്ചായിരുന്നു ലൈവ് ഇട്ടിരുന്നിട്ട്, അതിന്റെ പേരിൽ മാത്രം. അതുമല്ല, പിന്നെ സിറ്റിക്കകത്ത് പറയുന്ന ഇത് നമ്മളിപ്പോ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ ഫുള്ള് പുറത്ത് നമ്മോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്. മനസ്സിലായോ? അതായത് പുറത്ത് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ വിപരീതമായിട്ട് നടക്കുന്നത്. ആ പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ആ ഒരു ബേസിസിൽ മാത്രമാണ് പുറത്ത് ഇപ്പൊ വീശാൻ സംസാരിക്കേണ്ട കാര്യമുള്ളത്. നമുക്കല്ലാതെ പുറത്തൊന്നും ഇങ്ങനെ ലൈവിനകത്ത് ഇരുന്ന് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്ത് നിന്ന് നമുക്ക് ആവശ്യമില്ല, ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കി വിടാം എന്നുള്ള രീതിക്ക് ഇവന്മാരൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ആ മൈൻഡ് സെറ്റ് സത്യം പറയാൻ തന്നെയാണ്. ഇവന്മാരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ഇത്? അതായത് ഇവന്മാരെ വിചാരം ഇതിനകത്ത് ആയിക്കഴിഞ്ഞാൽ വേറെ എന്തോ ആയി എന്ന വിചാരം. നമുക്കൊന്നും പോവല്ല കേസ്, നമുക്ക് ഇതിനകത്ത് ഇനി ഒന്നും പോവല്ല. നമുക്ക് ഇനി ഞാൻ പറഞ്ഞുതരാം, വ്യൂസിന്റെ കേസാണ് നിങ്ങൾ പറയുന്നത്, കിട്ടാനുമില്ല. നിങ്ങൾ വ്യൂസിന്റെ കേസാ പറയുന്നുണ്ടെങ്കിൽ വ്യൂസ് നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഒരുത്തർ എന്തോ പറയുന്നത് 200 വ്യൂസ് ഉള്ള നിനക്ക് 1500 വ്യൂസ്. എടാ ഡിലീറ്റ് ആക്കല്ലേ ഒരു സെക്കൻഡ്. 1500 വ്യൂസിന്റെ MRC ബ്രോ വെറുതെ ഫാം ചെയ്യല്ലേ? എടാ ഇവിടെ ഈ 200 ഒരു സെക്കൻഡ് നീ എന്തിനാ, അതും വേറൊരു കാര്യം, നീ എന്തിനാ ഇവിടെ വന്ന് കാണുന്നത്? ഇവിടെ ആ 200 വ്യൂസ് നീ പറഞ്ഞില്ലേ, അവരെ ബോധിപ്പിക്കാനായിട്ടാ ഈ ലൈവ് ഇടുന്നത്. പിന്നെ ക്വാർട്ടറിന്റെ കാര്യം എന്താ, നമ്മൾ മൂടി വെക്കണോ? നീ കാണണ്ട, നീ പൊക്കോ. നിന്നെ ആരെങ്കിലും അവൻ PC പോലും ഇല്ലാണ്ട് നീ ചാറ്റിൽ എന്തൊക്കെയല്ലേ കൊണക്കുന്നേ?